പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് സെപ്റ്റംബർ 5-ാം തീയതി വെള്ളിയാഴ്ച. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യുഗതിയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി അടയാളം ലഭിക്കാൻ ഞാൻ എല്ലാവരെയും ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ നീ എവിടെ പോകുന്നുവോ, ആരോട് സംസാരിക്കുന്നുവോ, എന്ത് ചെയ്യുന്നുവോ, നിൻ്റെ ഉദ്യമങ്ങൾ, സംരംഭങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ പ്രവർത്തനങ്ങളാൽ ദൈവം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ ദിവസം നിനക്ക് നിലവിലുണ്ടാകുന്ന തടസ്സങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ശാസിച്ചു മാറ്റുന്നു. കർത്താവ്, ആലോചനകൾ വ്യർത്ഥമാക്കിയെന്നുണ്ടാകുന്ന രക്ഷയെ അങ്ങേ കൂടാതെയുള്ള ആലോചനകളാണ് പലപ്പോഴും വ്യർത്ഥമായി പോകുന്നത്. ബൈബിളിലെ പ്രധാനപ്പെട്ട പ്രമേയമാണ്
കർത്താവ് അവൻ്റെ ആലോചനകൾ വ്യർത്ഥമാക്കിയെന്ന്. അഹിഥോഫേലിൻ്റെ ആലോചനയെക്കുറിച്ച് പറയുമ്പോഴാണ് ആലോചനകൾ വ്യർത്ഥമാകണത്. ദൈവികമായ പദ്ധതികളെ കുറിച്ച് അല്ലാതെ നമ്മൾ ആലോചിച്ചാൽ ആലോചനകൾ വ്യർത്ഥമാകും. അതുകൊണ്ട് തന്നെ കർത്താവെ, ആലോചിക്കുന്ന ശിരസിനെ അങ്ങ് ആശീർവദിക്കണമേ. അത് നടപ്പിൽ വരുത്താൻ പോകുന്ന സമയങ്ങൾ ബാലാമിൻ്റെ കഴുതയെപ്പോലെ അത് നടപ്പിൽ വരുത്തുമ്പോഴേ കർത്താവെ, അത് അങ്ങ് ആഗ്രഹിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ കഴുത വഴിമുടക്കണ പോലെ കർത്താവെ നടപ്പിൽ വരുത്തുന്ന സമയത്ത് അതിനെ വഴിമുടക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിൻ്റെ രോഗപീഠകളുള്ളവർ, മറ്റു തരത്തിലെ കുരുക്കിൽ ചെന്നവർ, സംസാരിച്ച് തീരാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ആ സംസാരം തീരുമ്പോൾ കർത്താവിന് ചൈതന്യം നിങ്ങൾ നിവസിക്കുവാനും നീ ഇന്ന് ഈ ആശീർവാദത്താൽ സമാധാനം അനുഭവിക്കാൻ ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ജീവിതത്തെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. ഗ്രീസ്. എല്ലാവർക്കും തിരുവോണത്തിൻ്റെ പൊന്നാശംസകൾ. നമ്മുടെ മണ്ണിൻ്റെ ഒരു മഹോത്സവമാണ്. അതിൻ്റെ ഫെസ്റ്റിവലിൽ നമ്മളെല്ലാം മനസ്സുകൊണ്ട് പങ്കെടുക്കുകയും അതിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നു. അപ്പം എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ. ഇന്ന് എൻ്റെ മനസ്സിൽ വരുന്നത്, നമുക്കറിയാമല്ലോ, ഈ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനകളെ വെച്ച് ഏറ്റവും എപ്പോഴും എന്നെ വല്ലാണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 1:49. ലൂക്ക 1:49. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അമ്മയുടെ ഒരു ദൈവാനുഭവമാണത്. മരിയൻ എക്സ്പീരിയൻസ് ഓഫ് ഗോഡ്. അമ്മ ദൈവത്തെ എങ്ങനെയാണ് അനുഭവിച്ചത്? എന്താണ്? ദൈവത്തെ ശക്തനായിട്ടാണ് അനുഭവിച്ചത്. ശക്തനായവൻ എന്താ ചെയ്യണത്? വലിയ കാര്യങ്ങൾ ചെയ്യും. ഇതാണ് നമ്മളെ ആവേശം കൊള്ളിക്കേണ്ടത്. ഇപ്പം ചില കാര്യങ്ങൾക്ക് നീ ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ നിൻ്റെ മനസ്സ് നിന്നോട് പറയണം, എൻ്റെ കൂടെയുള്ളതും ഞാൻ വിശ്വസിക്കുന്നത് ശക്തനായവനിലാണെന്ന്. ഇപ്പം കാനായിലെ കല്യാണമില്ലേ, അതാണ് നമ്മുടെ ഉടമ്പടിയുടെ അടിസ്ഥാനം എന്ന് പറയണത്. പക്ഷെ അവിടെ എന്താ വിഷയം? ആ സംഭവം നടക്കത്തില്ല. അതൊരു ചെറിയ കാര്യമാണ്. പക്ഷേ ആ കാനായിലെ കല്യാണത്തിന് ശക്തനായവൻ എൻ്റെ വലിയ കാര്യമായിട്ട് മാറുന്നത് എന്താണ്? അവിടെ വില്ലനായിട്ട് പ്രവർത്തിക്കേണ്ട സമയമാണ്. കർത്താവ് എന്താ പറയണത്? എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ലെന്ന് മനസ്സിലാകും. അവിടെ അത് വലിയ കാര്യമാണ്. എന്താ കാര്യം? സമയത്തിൻ്റെ പരിമിതികളെ അതിലംഘിക്കണം. അതിന് അമ്മയുടെ മാധ്യസ്ഥമാണ്. അതാണ് സമയത്തിൻ്റെ അധികാരി, സഞ്ചാരി മാതാവെന്നൊക്കെ ജനങ്ങൾ സാക്ഷ്യം പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് ആകാത്ത സമയം ആക്കിയെടുക്കാൻ സമയത്തിന് മേൽ അധികാരം ദൈവം പ്രഖ്യാപിക്കും. ആ ഒരു സമയത്തിൻ്റെ മേൽ അമ്മയുടെ മാധ്യസ്ഥത്തിൽ. അപ്പം അതുകൊണ്ട് അത് വലിയ കാര്യമായി മാറുകയാണ്. കാനായിലെ കല്യാണം കുറച്ച് പേർക്ക് സദ്യ വിളമ്പുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഭൗതികമായ കാര്യമാണെങ്കിലും അത് ചെറിയ കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ വെള്ളം വീഞ്ഞാക്കുക എന്നുള്ള ചെറിയ കാര്യമാണ്. അത് വലിയ കാര്യമാകണത് സമയത്തിൻ്റെ കണ്ടന്റ് എൻ്റെ അടുത്ത് വന്നതാണ്. കൃപാസനത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാര്യം വെച്ചാൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ മാതാവ് ഇവിടെ പ്രത്യക്ഷ ദർശനം നൽകിയത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വന്ന് മനുഷ്യൻ്റെ സമയത്തെ ബാധിക്കുന്ന എല്ലാ വിഷയവും, അവസാന കാലത്തെ ദുരന്തങ്ങളും അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ കൃപാസന മാതാവിന് കഴിയും. അത് പക്ഷെ നമ്മളല്ലാതെ പറയേണ്ടത്, അത് ആർക്കാണ് പറയേണ്ടത്? അത് അങ്ങനെ കഴിയുമോ ഇല്ലയോ എന്ന് പറയേണ്ടത് ആരാണ്? സഭയാണ്. അതുകൊണ്ടാണ് നമ്മൾ സഭയ്ക്ക് പ്രത്യക്ഷീകരണത്തിൻ്റെ ഡീറ്റെയിൽസ് കൈമാറിയിട്ട് നമ്മൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ജനലക്ഷങ്ങളെ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ ഇന്നുവരെ ഉണ്ടായ ദർശനങ്ങളെക്കാളും ഒരുപക്ഷെ സഭ അത് അംഗീകരിക്കണ കാലത്ത് വലിയൊരു സംഭവമായി മാറും. പക്ഷേ എന്താ സംഭവമാകണത്? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം ശക്തനെ കൊണ്ട് വലിയ കാര്യം ചെയ്യിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത സാക്ഷാത്കരിക്കുന്ന ആരാണ്? മറിയമാണ്. അതാണ് ഉടമ്പടി നിൽക്കുന്നവർ ഉറച്ചു നിൽക്കാൻ നോക്കണം. ഓക്കെ അല്ലേ? താങ്ക് യു.
അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.